ഹായ്, ഞങ്ങൾ ലിറ്റിൽ കപ്പിൾസ്. ഇന്ന് ജൂൺ 26, ലോക ലഹരി വിരുദ്ധ ദിനം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളിലാണ്. പല രീതിയിലുള്ള അസുഖങ്ങളാണ് ലഹരി ഉപയോഗിച്ചിട്ട് വരുന്നത്. ലഹരി വസ്തുക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി പല ഏരിയ വഴി എത്തുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുവരെ പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല. നമ്മൾ പല രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ദിവസം ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകളാണെന്ന്. നമ്മളിപ്പോൾ പോയി നോക്കിയാൽ മതി, പല മുക്കിലും എവിടെയെങ്കിലും കാട് പിടിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ കുറേ കുട്ടികളെ കാണാം. അത് തന്നെയല്ലേ വലിയ വലിയ സിറ്റികളിലായിരിക്കും കൂടുതലും കൈമാറുന്നത്. അതെ, വലിയ വലിയ സിറ്റികൾ, ബീച്ച് ഏരിയ അല്ലേ, ആൾക്കാർ കൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലം നമ്മൾ എൻജോയ് ചെയ്യുന്ന. 12 മണിക്ക് ശേഷം 1 മണി 2 മണിയൊക്കെയാണ് സമയം. ഒന്നും കാണാൻ പറ്റത്തില്ല. രാത്രികളിലാണ് ഈ ഇങ്ങനത്തെ ലഹരി കൈമാറ്റത്തിന്റെ ഒരു അതെ അതെ പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ സുലഭമായി എത്തുന്നുണ്ട്. ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാർ അവരോട് എനിക്കൊന്നേ പറയണം, നിങ്ങൾ ഇതൊക്കെ നിർത്തുക. ഞങ്ങള് ഇവിടെ നിന്ന് കൊയിലാണ്ടിന്നാ കയറി. ആ ചേട്ടൻ മാഹിന്നാന്ന് തോന്നുന്നു കയറിയത്. ചേട്ടൻ നല്ല പൂസാണ്, എന്തോ ഒരു ബിസിനസ് കഴിഞ്ഞ് അതിൻ്റെ എന്തോ ഡീലും കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ചേട്ടൻ 66,000 റുപ്യ എന്നല്ലേ, 66,000 റുപ്യ കീശയിൽ പോക്കറ്റിൽ വെച്ചിട്ട് അവിടെ ഞങ്ങൾ ഡിസേബിൾഡ് കോച്ചിലായിരുന്നു കയറിയത്. അപ്പോൾ അന്ന് ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോണ്, പൈസ എല്ലാം തീർത്തും അടിച്ച് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ആ ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കയറുന്നതിൻ്റെ മുന്നാന്ന് തോന്നുന്നു ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. അപ്പൊ ആ ചേട്ടൻ അടുത്ത സ്റ്റോപ്പിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ആ ചേട്ടൻ പറയുന്നത്, ആരാന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെ മക്കള് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ഭർത്താവ് എല്ലാവരോടും പറയുക, ഈ ഒരു വസ്തു നമ്മളെല്ലാവരും നിർത്തുക. അല്ലെ സിത്തു, ലഹരി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിച്ച് മാറ്റിക്കളയുക. ഒരുപാട് പേരുണ്ടാവും നിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങ് പോരീന്ന്, നിങ്ങൾ കുടിക്കാണ്ട് വരുന്നേരോ അല്ലേ ഒരു സുഖമില്ല എന്ന് പറയുന്നുള്ള ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ കുടിച്ചിട്ട് 2 വർത്താനം പറയുന്നത് എനിക്കിഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതെ, ഒരു ഇത്തിരി ഒരു ആയത്തിലേക്ക് അത് ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. പല രീതിയിലുള്ള ഇപ്പോൾ ഒരാൾ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് MDM അടിക്കുക, അല്ലെ കുറച്ച് കഞ്ചാവ് അടിക്കുക, അല്ലെ സിഗരറ്റ് വലിക്കുക. ഇതൊക്കെ നിങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ ബാധിക്കും. ഒരു കാര്യം പറയാം, ലഹരി കിട്ടാത്തവൻ ഇപ്പം ഭ്രാന്തായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. പണിക്കും പോകില്ല, രാവിലെ തൊട്ട് കുടിക്കും, വൈകുന്നേരം വരെ ഇല്ല ആരുടെടുത്തെങ്കിലും ഷെയർ വാങ്ങിയിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടായിരിക്കും കുടിക്കുക. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് സേവ് ചെയ്യുക. നമ്മളെ എന്താ പറയുക, നമ്മളെ ശരീരം, നമ്മളെ ജന്മം, നമ്മളെ അച്ഛനും അമ്മേനെയും ഭാര്യേനെയും മക്കളെയും ഒക്കെ ചെയ്യുക. നമ്മളെ അച്ഛനും അമ്മേനെയും ഭാര്യേനെയും നല്ലോണം നോക്കുക, മക്കളെ. അതാ വേണ്ടത്. ഈ ലഹരിയുടെ പിന്നാലെ നിങ്ങൾ പായല്ലേ. പല രീതിയിലുള്ള പ്രണയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ സിത്തു. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടാവും, വണ്ടിയെ പ്രണയിക്കുന്നവരുണ്ടാവും. ഒരിക്കലും ലഹരിയെ പ്രണയിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ലഹരിയെ പ്രണയിക്കരുത്. ഒരുപാട് വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പുന്ന സാധനമാണ് ലഹരി. ഒരുപാട് വിദ്യാർത്ഥികളെ ഇപ്പോഴും ഈ ഒരു എന്താ പറയുക, ലഹരി എന്ന് പറഞ്ഞ വസ്തുവിലേക്ക് ആലയിക്കുകയാണ്. നമ്മൾ അലിഞ്ഞു പോകുമെന്നറിയില്ലേ, അതാണ്. ഇതിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ സിത്തു അലിഞ്ഞു ചേരുകയാണ്, ലഹരിയുടെ കൂടെ അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ എൻ്റെ പിഞ്ചു മക്കളെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, നല്ല ജോലി വാങ്ങുക, നിങ്ങളുടെ അച്ഛനും അമ്മേനെയും പൊന്നുപോലെ നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കുക. നാട്ടുകാരോട് എൻ്റെ മകൻ നല്ലതാണെന്ന് പറയിക്കാൻ നിങ്ങളെ അച്ഛനും അമ്മയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളെ ആ 10 മാസം പോറ്റുന്ന കണക്ക് അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓർമ്മിപ്പിക്കുക ഒന്നും കൂടിയും, ലഹരി എന്ന് പറഞ്ഞ വസ്തു സിത്തു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കടന്ന് വേറെ എവിടേക്കെങ്കിലും പോട്ടെ. നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക.
ഇത്രേ പറയാനുള്ളൂ. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കുക. ഇപ്പം നമ്മൾ നോക്കിയാൽ മതി, ഒരു കല്യാണം ഉണ്ടെങ്കിൽ സാധനം വേണം, പിന്നെ ഒരു ഇലമുറിയുണ്ട് സാധനം വേണം, ബർത്ത്ഡേ ഉണ്ട് സാധനം വേണം, കൊച്ചിൻ്റെ 28 സാധനം വേണം, ഭാര്യയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധനം വേണം, ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വേണം, കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ സാധനം വേണം. സാധനമില്ലാത്ത ഒരു പണിയില്ല. വീട്ടിലെ കണ്ടം കിളയ്ക്കാനോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മാർബിൾ ഇടാനോ എന്തിനാണെങ്കിലും ഇപ്പോൾ സാധനം ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. അപ്പോൾ അതൊക്കെ മാറ്റുക. നമ്മളെ നല്ല നാളേക്ക് വേണ്ടി നമ്മൾ കൊതിക്കുന്നു അല്ലേ സിത്തു? നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ കൊതിക്കുന്നു. അപ്പോൾ നല്ലൊരു നാളെ ആകണമെങ്കിൽ നമ്മൾ സമൂഹത്തിലുള്ള നമ്മളെല്ലാവരും നല്ലതായിരിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ പല രീതിയിലുള്ള ബ്രാൻഡ് മദ്യം വരുന്നുണ്ട്, നമ്മളത് വാങ്ങുന്നു. ഇത്രയുള്ള സാധനം വരുന്നുണ്ട്, പല രീതിയിലുള്ള മുട്ടായി ടൈപ്പിലടക്കം വരുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ അല്ലേ, ബാംഗ്ലൂരൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ ഇവിടെ ഫ്രൂട്ടീൻ്റെ പോലത്തെ ഒരു സാധനം. പറഞ്ഞു കേട്ടിട്ടാന്നേ ഉള്ളൂ, നമ്മളതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ നല്ലൊരു നാളേക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക. ലഹരി എന്ന് പറഞ്ഞ വസ്തുക്കളെ നമ്മൾ അടിച്ചോടിക്കുക. ദയവ് ചെയ്തൊരു കാര്യം പറയാണ് എൻ്റെ ചേട്ടന്മാരെ, കൊച്ചുമക്കൾ പഠിക്കുന്ന കലാലയത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഒരു പദാർത്ഥം ലഹരി വസ്തുക്കൾ വിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അവരെ നാളേക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാമെന്നേ പറയാനുള്ളൂ.